ഡാഡി പറഞ്ഞത് കേട്ടല്ലോ, എല്ലാ ചുമതലകളും അജയേട്ടനെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന്. മാത്രമല്ല ഡാഡി എല്ലാ സ്വത്തുക്കളും നമ്മുടെ പേരിൽ എഴുതി വെക്കാൻ പോവാ. അതുകൊണ്ട് അജയേട്ടനോട് ഒരു കാര്യം പറയാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. എന്ത് കാര്യം? പറയട്ടെ, ദേഷ്യപ്പെടില്ലല്ലോ? ഇല്ല, പറഞ്ഞോ. ആ ഫ്ലാറ്റിന്റെ പണിയൊന്നും തീർന്നു കിട്ടാത്ത ടെൻഷനില്ല ഡാഡി ഇപ്പോ. അതെന്താ തീരാത്തത്? എങ്ങനെ തീരാനാ? അതിനിടയിൽ ഡാഡി എന്റെ പേരിൽ ഒരു എസ്റ്റേറ്റ് വാങ്ങിച്ചു. അതുകൊണ്ടാ ഇത്ര പെട്ടെന്ന് ഫിനാൻഷ്യൽ ടൈറ്റ് വന്നത്. പാവം ഡാഡി ലോണിന് വേണ്ടി ഓടി നടക്കുക. ബാങ്കുകാർക്ക് എസ്റ്റേറ്റിന്റെ ഡോക്യുമെന്റ് മാത്രം പോരാത്ര. അതിനിപ്പോ എന്താ ചെയ്യാ? അജയേട്ടൻ വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ നടക്കും. ഞാൻ വിചാരിച്ചല്ലോ. എങ്ങനെ? അതൊക്കെ ഉണ്ട്, പറയാം. നീ ആ ലൈറ്റ് അണക്കി, സമയങ്ങളാണ്. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ കുറെ നേരമായി ചോദിക്കണല്ലോ, ഞാൻ അവരോട് എന്താ പറയണ്ടേ? നീ ഒന്നും പറയണ്ട, അവര് വന്ന് എന്നോട് ചോദിക്കട്ടെ, അപ്പൊ ഞാൻ സംസാരിച്ചോളാം. പണത്തിന് മാത്രം ഇത്ര കുറവുണ്ടെന്നുള്ളൂ, മാനാഭിമാനമൊക്കെ അവർക്കും ഉണ്ട്. എന്തോ അത്ര കണ്ട് ആക്ഷേപിച്ചല്ലേ അതുങ്ങളെ അവിടുന്ന് ഇറക്കി വിട്ടത്. എന്നിട്ട് ഞാൻ ചെന്ന് പറഞ്ഞപ്പോ അവരെല്ലാം ക്ഷമിക്കാൻ തയ്യാറായി. അല്ലെങ്കിൽ പെമ്മക്കളെ മൂന്നും ഇവിടെ തന്നെ നിന്നേനെ. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? ഞാൻ പറഞ്ഞ രൂപ അവർക്ക് കൊടുക്കണം. രൂപ എന്ന് പറയുമ്പോ ഒന്നും രണ്ടും അല്ല, 3 പേർക്കും കൂടി 3 ലക്ഷം കൊടുക്കണ്ടേ? ഇത് ഞാൻ എവിടെ നിന്നുണ്ടാക്കും? മാത്രമല്ല അജയന് ചില പുതിയ പദ്ധതികളൊക്കെ തുടങ്ങാനുള്ള പരിപാടി ഉണ്ട്. ഞാൻ അവനെ സഹായിക്കാന്ന് വാക്കും കൊടുത്തു. അതിന്റെ ഇടയില് നോക്കട്ടെ എന്താ വേണ്ട വെച്ച് ചെയ്യാം. നീ പോയി ചായ എടുത്തുണ്ടോ? പോയ കാര്യം എന്തായി മോനെ? എല്ലാം ശരിയായി വന്നതാച്ചാ, പക്ഷെ ചെറിയൊരു പ്രശ്നം. ലോൺ പാസ്സാവണമെങ്കിൽ എന്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ബാങ്കിന് ബോധ്യമാണോ? അത്ര ഒരു വിശ്വാസത്തിന് വേണ്ടി മാത്രം. അതെ, ബാക്കിയൊക്കെ ഡാഡി ശരിയാക്കിക്കോളും. അതിന് ഞാനിപ്പോ എന്താ വേണ്ടേ? നമ്മുടെ ഈ പ്രോപ്പർട്ടി എന്റെ പേരിലാണെന്ന് അവരെ കാണിക്കണം. അതിനെന്താ ബുദ്ധിമുട്ട്? നീ പോയി കടലാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വാ. എവിടെയാ വേണ്ടേന്ന് വെച്ചാൽ ഞാൻ ഒപ്പിടാം. എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ എടുക്കടാ. എവിടെയാണ്ടേ? ഇവിടെ ഒരു ആ എവിടെയാ? ഇവിടെ ഇനിയോ? ഒരെണ്ണം. ഓ ആ, ചേച്ചിമാര് കുറച്ച് കാശ് ചോദിച്ചിട്ടുണ്ട്. അമ്മ കൊടുക്കാന്ന് പറയുകയും ചെയ്തു. ലോൺ കിട്ടിയ നിന്റെ ആവശ്യം കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ. എന്റെ ആവശ്യത്തിന് എന്നെ തികയില്ല. അച്ഛാ, ഇനിയും കുറെ കാശുകൂടി വേണം. അതെങ്ങനെ ഉണ്ടാക്കുമെന്നുള്ള ടെൻഷനില്ല അജയേട്ടൻ. ഓ അത് ശരി. നിങ്ങൾ എന്തേ കാണിക്കണേ? ഉള്ളത് മുഴുവനും അവന്റെ പേർക്ക് എഴുതി കൊടുക്ക. അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? എണ്ണം കൊണ്ട് എത്ര ദിവസമായി പട്ടിയെപ്പള്ളി നിന്റെ അച്ഛന്റെ പുറകെ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട്. നിന്റെ പെങ്ങന്മാരുടെ കാര്യം തന്നെയാ ഞാൻ പറഞ്ഞത്. അമ്മ ഇത് ഞാൻ ബാങ്കിന്റെ. നിർത്ത്, വിശദീകരണമൊന്നും വേണ്ട. അവസാനം വാവിട്ടൊന്ന് കരയാൻ പെൺകുട്ടികളെ ഉണ്ടാവൂ. ആമക്കളെ വളർത്തുന്നൊക്കെ കണക്കാ. പുതിയ സുഖങ്ങൾ കിട്ടുമ്പോ ഒക്കെ മറക്കും. അമ്മേ, ഓ, ഭാര്യയുടെ മുമ്പിൽ വെച്ചൊന്ന് വഴക്ക് പറഞ്ഞപ്പോ നിനക്ക് സഹിക്കുന്നില്ല അല്ലേ? അതുപോലെ നിന്റെ ചേച്ചിമാർ അവരുടെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ ചെറുതാവുന്നത് കാണാൻ എനിക്ക് കൊണ്ടിടാ വിഷമം. നീ ഇനി ഓരോന്ന് പറഞ്ഞ് അവനെ വിഷമിപ്പിക്കണ്ട. നിങ്ങൾക്ക് എപ്പോഴും അവനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. അതുങ്ങളും നമ്മുടെ മക്കൾ തന്നെയല്ലേ? അവരെ കരയുന്ന കണ്ടാലും നമുക്ക് വേദനിക്കില്ലേ? ഇല്ല, നിങ്ങൾക്ക് വേദനിക്കില്ല. പണ്ട് മുതലേ ഉണ്ട് ഈ തരംതിരിവ്. ആദ്യത്തെ 2 പെണ്ണായി പോയപ്പോ എന്നോടുള്ള സ്നേഹത്തിന് പോലും കുറവ് കാട്ടിയത് എനിക്ക് ഓർമ്മയുണ്ട്. ശാരദേ, പറയണം, മനസ്സിൽ അടക്കി പിടിച്ചോണ്ട് നടക്കാൻ വയ്യ എനിക്ക്. അടങ്ങി അനുസരിച്ച് മടുത്തു. ഇത്രയൊക്കെ സംസാരിക്കാൻ ഇവിടെ എന്താ ഉണ്ടായത്? എന്തോ എനിക്ക് പേടിയാവുന്നു. എന്റെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? നീ ഇനി നോക്കുകയും പറയൊന്നും വേണ്ട. അവർക്ക് ഇനി നയാ പൈസ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ദുഷ്ടനാ നിങ്ങൾ, ദുഷ്ടൻ. അനുഭവിക്കും. എന്റെ കുഞ്ഞുങ്ങളെ വേദനിപ്പിച്ച് ഞാൻ അനുഭവിക്കും. ഈശ്വരൻ നിങ്ങളെ വെറുതെ വിടില്ല. അനുഭവിക്കും നിങ്ങൾ, ദുഷ്ടൻ.
എങ്ങനെയുണ്ട് ഡോക്ടർ? ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കി, പക്ഷേ അറിയിക്കാവുന്നവരൊക്കെ അറിയിച്ചോളൂ. അച്ഛൻ എന്തേ മോളെ? അച്ഛൻ അസ്ഥിത്തറയ്ക്ക് അടുത്തുണ്ട്. മാമനിരിക്കൂ, ഞാൻ വിളിച്ചോണ്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ പോയിക്കോളാം. എന്തേ? ഞാൻ വിളിപ്പിച്ചത് വേറൊന്നുമല്ല പരമേശ്വര. മരിക്കുന്നതിലും മുമ്പ് ജയസുധയുടെ കല്യാണം നടന്നു കാണണമെന്ന് അവൾ ആഗ്രഹിച്ചത്. ഇനി ഒട്ടും വൈകിക്കൂടാ. എന്റെ മനസ്സ് പറയണു അവളുടെ കല്യാണം വേഗം നടത്തണമെന്ന്. താൻ വിഷമിക്കേടോ, എല്ലാം നടക്കും. ഇവിടെ വിശാലമായ 8 റൂംസ്. അതാ എന്റെ പ്ലാൻ. വല്ല രക്ഷയുണ്ടോ? അതെ, മുനിസിപ്പൽ ഓഫീസിനാണ് ഞങ്ങൾ വരുന്നത്. സാങ്ഷൻ വാങ്ങിക്കാതെ മുകളിലോട്ട് പണിതതിന് അവിടെ എഞ്ചിനീയറിംഗ് കമ്മീഷണർ ആകെ ചൂടായിരിക്കുക. എന്റെ എഞ്ചിനീയറെ, റൂളും വകുപ്പും നോക്കിയാ ഇവിടെ ഒരു കാര്യവും നടക്കില്ല. എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കാൻ നോക്ക് ഡാഡി. എന്റെ മോളെ, പഴയ കാലം പോലെയല്ല. ആ എഞ്ചിനീയറും കമ്മീഷണറും സിംഹങ്ങളാ. കൈക്കൂലി എന്ന് മുഴുവൻ കേൾക്കണ്ട, കൈ എന്ന് കേട്ടാ മതി, തൊഴിക്കും. അങ്കിളെ, നമുക്കിത് എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്യാൻ നോക്കാം. ഒബ്ജക്ഷൻ വന്നാൽ നമുക്ക് സ്റ്റേ വാങ്ങിക്കാമല്ലോ. ആട്ടെ, ഇനി എത്ര രൂപ വേണം തീർക്കാൻ? ആ കണക്ക് വീട്ടിൽ പോയിട്ട് നോക്കാം. വാ. ഓ, ഈ പണി എങ്ങാനും സ്റ്റോപ്പായ ലക്ഷങ്ങളാ ബ്ലോക്ക് ആവാൻ പോകുന്നത്. അയ്യോ, കുഴി കുഴി. ഓ, അങ്ങനെ അലക്കി 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 അലക്കുകാരൻ അലക്കിക്കൊണ്ടേയിരുന്നു. കാശിക്ക് പോക്കൊട്ട് നടന്നതുമില്ല എന്ന് പറഞ്ഞതുപോലെ ഈ കല്യാണക്കാര്യം വെച്ച് താമസിപ്പിക്കണ്ട. മറുപടി ഒന്നും പറഞ്ഞില്ല. എനിക്കും പപ്പേട്ടനെ ഇഷ്ടപ്പെട്ട അവനും ഇഷ്ടായി എന്നർത്ഥം. പ്രായമായ അമ്മയുടെയും അമ്മാവിന്റെയും ഇഷ്ടം അനുസരിക്കുന്ന ചെറുപ്പക്കാർ ഇപ്പോഴും ഉണ്ടോ? ഉണ്ടല്ലോ, അങ്ങനെ അപൂർവം ചില ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാ ദേ ഇരിക്കുന്നത്. രമേ, സമ്മതമാണോ നീ തന്നെ അവരോട് ചോദിക്കേ? പറഞ്ഞു, മടിക്കണ്ട. പറഞ്ഞോ പറഞ്ഞോ. അമ്മയ്ക്കും അമ്മാവനും ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമായി. നിനക്കെന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല, പക്ഷെ പറ്റിയ ഒരാള് പുറകിന്ന് ഒരു പിച്ച്. അപ്പൊ ഇനി കാര്യങ്ങളിലേക്ക് കടക്കാം. എനിക്കുള്ള സ്വത്തിന്റെ നേർപാതി ഇവൾക്കുള്ളതാ. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 5 ലക്ഷം രൂപ വരും അല്ലേ? അതെ അതെ, 5. ബാക്കി പകുതി എന്റെ ഏക മകൻ അജയനുള്ളതാ. അതാണ് എന്റെ തീരുമാനം. ഇനി അഭിപ്രായം എന്തിലുണ്ടെങ്കിൽ പറയാം. ഏട്ടൻ പറഞ്ഞോളൂ. ഞങ്ങൾക്ക് സമ്മതമാ. 5 എന്നുള്ളത് പൊന്നായിട്ടോ പണായിട്ടോ? അതൊക്കെ നിങ്ങൾ പറയണ പോലെ. എനിക്കിനി അയക്കാൻ ഇവളും കൂടിയേ ഉള്ളൂ. അതെനിക്ക് ഭംഗിയായിട്ട് നടത്തണം. എല്ലാം എല്ലാവർക്കും വീതിച്ചു കൊടുത്തിട്ട് എങ്ങോട്ടേലും പോവാനാ? അതെ, ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞാൽ പിന്നെ സന്യാസം എന്നാണല്ലോ പ്രമാണം. ജാഥാപുരത്ത് നോക്കിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒട്ടും വൈകണ്ടാന്നാ എനിക്ക് തോന്നുന്നത്. എന്തേ? അതെ, ആയിക്കോട്ടെ, സന്തോഷം. അപ്പൊ ഇത് മീനം. വിഷുവിന് മുമ്പ് നല്ലൊരു ദിവസം തീരുമാനിച്ചാലോ? അതായത് 8, 9, 10 ഏപ്രിൽ 14 മുമ്പ്. ആയിക്കോട്ടെ. ഓ, അപ്പോ ആ ഒരു ധാരണയില്ലേ നല്ലൊരു മുഹൂർത്തം നോക്കി തീയതി ഉറപ്പിക്കാലോ. പിന്നെന്താ, അങ്ങനെയാവാം. അപ്പൊ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇറങ്ങുന്നു. വരട്ടെ മോളെ. അച്ഛാ, അജേട്ടൻ വന്നു. ആ അച്ഛനെന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ആ, മോനിവിടെ ഇരിക്കേ. ഇല്ല, എനിക്ക് 1-2 സ്ഥലത്ത് അത്യാവശ്യമായിട്ട് പോകാനുണ്ട്. കല്യാണത്തിന് ശേഷം അജയൻ ആകെ ഒന്ന് മാറി. എന്ന് വെച്ചാ? അല്ല, മുമ്പ് ഏത് നേരവും അച്ഛന്റെ വാലയെ തൂങ്ങി കാണുന്ന ചെക്കനാണല്ലോ നീ. ഇപ്പൊ അച്ഛനെ നിന്നെ ഒന്ന് കാണണമെന്ന് വെച്ചാൽ ആളെ പറഞ്ഞേക്കണം.
ഗീതയുടെ ഡാഡി എല്ലാ ബിസിനസ് കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അനാവശ്യ കാര്യത്തിന് കളയാൻ സമയമില്ല. ഞാൻ വിളിപ്പിച്ചത് മോന് ബുദ്ധിമുട്ടായോ? അതല്ല ഞാൻ പറഞ്ഞത്. ഉവ്വ്, മനസ്സിലായി. പിന്നെ ഞാൻ നിന്നെ വിളിപ്പിച്ചതിന്റെ കാര്യം ഏട്ടാ എനിക്ക് വേണ്ട. കുടിക്കല, അവളുടെ ഒരു സന്തോഷല്ലേ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ പറയാൻ വന്ന കാര്യം, ചെക്കനും അമ്മയും അമ്മാവനും വന്ന് പെണ്ണ് കണ്ടുപോയി. എല്ലാം പറഞ്ഞുറപ്പിച്ചു. ഞാൻ അവർക്ക് വാക്കും കൊടുത്തു. എന്ന് പറഞ്ഞാ പെട്ടെന്നിപ്പോ പെട്ടെന്ന് വേണം, അല്ലെങ്കിൽ അച്ഛന്റെ മനസ്സിന് വിഷമാവും. അതെ അജയ, ഇത് നിന്റെ മറ്റുള്ള അളിയന്മാരെ പോലെ അല്ല. നല്ല തറവാട്ടുകാരാ. നിനക്കറിയാലോ അവരെ. നമ്മളെ നെല്ലിശ്ശേരി വിശ്വനാഥന്റെ മകന്റെ മകൻ. നല്ല അസല് ബന്ധ. സുധമോളുടെ ഭാഗ്യാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇതിനൊക്കെ കാശ് വേണ്ടേ? നീ എന്താ ഈ പറയണേ? എനിക്കൊരു പിടിയും കിട്ടണില്ല. അച്ഛന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളുടെ ആധാരം ഞാൻ ബാങ്കിൽ പണയം വെച്ചിരിക്കുക. അത് അടച്ചു തീർക്കാതെ. ആധാരം പണയപ്പെടുത്തേ? അപ്പൊ നീ അന്ന് എന്നോട് കള്ളം പറഞ്ഞു ഒപ്പിടിച്ചതൊക്കെ ഇതിനായിരുന്നു അല്ലേ? പണയപ്പെടുത്താതെ ലോൺ തരില്ലെന്ന് അവര് പറഞ്ഞു. അതുകൊണ്ടാ. എന്നാലും ഒരു വല്ലാത്ത ചതിയായിപ്പോയില്ല അജയ നീ ചെയ്തത്. എന്ത് ചതി? ഞാൻ നിങ്ങളെ ചതിച്ചോ? ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാ. അത് അച്ഛനും ഞാനും നമ്മൾ തീർത്തോളാം. നിങ്ങൾ അറിയി പോണം. പരമേശ്വര, നിക്ക്. നീ ആരോടാ പോവാൻ പറഞ്ഞെന്നറിയോ? ഞാനും ഇയാളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്കറിയോ? എല്ലാം എനിക്കറിയാം. ഞാൻ പോവുക. എന്നെ ചൊല്ലി ഇവിടെ ഒരു വഴക്ക് വേണ്ട. നിക്ക്. ഈ വീട്ടിൽ നിന്ന് ആര് പോണം ആര് പോണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ. തൽക്കാലം നിനക്ക് ഇവിടുന്ന് പോവാം. ഞാൻ പോവാനോ? എങ്ങോട്ട്? ഈ വീടും പറമ്പൊക്കെ ഇപ്പൊ എന്റെ പേരില്ല. ആര് പോണം പോണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. എന്റെ സൗകര്യത്തിന് താമസിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അച്ഛന് പോവാം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ഓർത്ത്. ഇല്ല പരമേശ്വര, എനിക്ക് താങ്ങാവുന്നതിന്റെ അപ്പുറത്തായി കാര്യങ്ങള്. എന്റെ മകളുടെ കാര്യം ഓർത്താ. ഇല്ലെങ്കിൽ കുറച്ച് വിഷം വാങ്ങി ഞാൻ. പാടില്ല. ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അമ്മാവനും സുധയ്ക്കും ഞങ്ങൾ ആരുടെ കൂടെ വേണമെങ്കിലും വന്ന് താമസിക്കാം. അമ്മാവന്റെ വീടിന്റെ അത്ര സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അമ്മാവന് സ്വന്തം വീട്ടിൽ കിട്ടാത്ത സ്നേഹവും സമാധാനവും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. മതി. ഇത്രയൊക്കെ ദ്രോഹം ഞാൻ നിങ്ങളോട് ചെയ്തിട്ടും നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം കാണുമ്പോ എനിക്ക് കുറ്റബോധം തോന്നും. കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ ഇണങ്ങുന്നതും പിണങ്ങുന്നതും ഒക്കെ സാധാരണയല്ലേ അമ്മാവ? അനുഭവങ്ങളിൽ നിന്നല്ലേ പലതും പഠിക്കാൻ പറ്റൂ. ആൺമക്കളെക്കാൾ പലപ്പോഴും അത്യാവശ്യത്തിന് ഉതകുന്നത് പെൺമക്കളായിരിക്കും, പിന്നെ മരുമക്കളും. എല്ലാം പരസ്പരം പറഞ്ഞു കഴിഞ്ഞില്ലേ? ഈ ഭാവി പരിപാടിയെ കുറിച്ച് ആലോചിക്കാം. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. സുധയുടെ കല്യാണം നമ്മൾ എല്ലാവരും ചേർന്ന് ഗംഭീരമായിട്ട് നടത്തുന്നു. എന്താ സുധേരേട്ടാ? അല്ലാതെ ഞങ്ങൾ വിചാരിച്ചാലും ഇവിടെ ചില കാര്യങ്ങൾ നടക്കും അമ്മാവ. സംശയിക്കണ്ട അമ്മാവ, ഞങ്ങൾ നടത്തി കാണിച്ചു തരാം. പക്ഷെ അതിനു മുമ്പ് ഞങ്ങളുടെ പുന്നാര അളിയനെ കണ്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. അതെ. വാടക വരെ എഴുതിയോ? വാടക. തേങ്ങ വിറ്റത്, തേങ്ങ, റബ്ബറിന്റെ. ഡാഡി മതി. എത്ര നാളെ എന്നെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നു. ഗോവയിൽ പോവാൻ കാശ്മീരിൽ പോവാന്ന് കണ്ടോ ഡാഡി? എന്താ അജിമോനെ ഇങ്ങനെ? ഇപ്പോഴൊക്കെ എൻജോയ് ചെയ്യേണ്ട സമയമല്ലേ? എന്നാ നാളെ തന്നെ നമ്മൾ ഊട്ടിയിലേക്ക് പോകും. അയ്യോ, നാളെ ഡാഡിക്ക് ഒരു കോൺഫറൻസ് ഉണ്ടല്ലോ. അല്ല, അങ്കിൾ പറഞ്ഞത് ആര് പറഞ്ഞു? ഞങ്ങളുടെ ഹണിമൂണിൽ അങ്കിളിന് എന്ത് കാര്യം? അങ്കിൾ സ്മോളൊക്കെ അടിച്ചു ഇവിടെ ഇരുന്നാൽ മതി. ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോയിട്ട് വരാം. എന്താ അതുപോലെ? എന്ത് വേണം? ഞങ്ങൾക്ക് കൊച്ചു മുതലാളി ഒന്ന് കാണണം. മുതലാളി കാണാൻ സാധ്യമല്ല. പോണം. കാണാൻ പറ്റുമോ? എന്താ എന്താ അവിടെ ഒരു ബഹളം? കണ്ടേച്ചേ പോവും. അല്ല
വരണം വരണം. എന്റെ പുന്നാര അളിയന്മാർക്ക് എന്താ വേണ്ടത്? കുടിക്കാൻ ജ്യൂസ് എടുക്കട്ടെ? അച്ചി വീട്ടിലെ ജ്യൂസ് നീ തന്നെ അങ്ങ് ജ്യൂസ് ചെയ്യാൻ മതി. കണ്ടവന്റെ വീട്ടിലെ ജ്യൂസിനെക്കാളും സ്വന്തം വീട്ടിലെ കഞ്ഞിവെള്ളമാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അളിയനാന്നൊന്നും ഞാൻ നോക്കില്ല. ഓ, അല്ലെങ്കിൽ പിന്നെ വലിയ മമതയല്ലേ അളിയന് ഞങ്ങളോട്? ഓഹോ, എന്നെ നാട്ടിക്കാൻ സംഘം ചേർന്ന് ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഒരിക്കലുമല്ല. ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ആരുടെ പ്രേരണയിലാണ് നീ അമ്മാവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതെന്ന് പറ. അമ്മായിയപ്പന്റെ പോക്കറ്റിലെ നോട്ടിന്റെ തിളക്കം കണ്ടപ്പോ സ്വന്തം അപ്പനെ വരെ നീ തള്ളി പറയാൻ തയ്യാറായല്ലടാ. എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട. എനിക്ക് ഈ വക കാര്യത്തിൽ ആരോട് ഒരു സെന്റിമെന്റ്സും ഇല്ല. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിയാനാണെങ്കിൽ അച്ഛൻ എന്നോട് താമസിക്കാം. ഒരു വീട്ടുജോലിക്കാരനെ പോലെ അല്ലേ? നാണമില്ലല്ലോ നിനക്ക്. ഒന്നുമില്ലെങ്കിൽ നിന്റെ പെങ്ങളുടെ ഭാവിയെ കുറിച്ച് ആലോചിക്കത്തെന്ത് നീ? എങ്ങനെ ആലോചിക്കാനാ? എവന്റെ തലച്ചോറ ജുബ്ബാനോട് പണം വെച്ചിരിക്കല്ലേ. ഡാഡി പറഞ്ഞല്ലോ. താടിയും കൊള്ളാം, മീശയും കൊള്ളാം. ഞങ്ങള് കാര്യം പറഞ്ഞാ കൊച്ചേ, സുധയുടെ കല്യാണം ആര് നടത്തും? എന്താടാ, നാം ഇറങ്ങിപ്പോയോ? അയ്യടാ, ആരുടെയും വക്കാലത്ത് ഞങ്ങൾക്ക് ആവശ്യമില്ല. സുധയുടെ കല്യാണം നടത്താനുള്ള വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്ത് വഴി? ആ, അർജുനൻ പിള്ളയുടെ വീട് നമുക്ക് അങ്ങ് വിൽക്കാം. വീട് വിൽക്കുക? മനസ്സിലായില്ല. ആ, വീട് വിറ്റ് ബാങ്കിലെ ലോണും തീർത്ത് ബാക്കി തുക കൊണ്ട് ജയസുധയുടെ കല്യാണം നമുക്ക് ആഘോഷമായി നടത്താം. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരാ മേനോ സാറേ. തറവാട് വീട് വിൽക്കുന്നതിന് ഞങ്ങൾ കൂട്ടു നിൽക്കുന്ന പ്രശ്നമില്ല. അവന്റെ പെങ്ങടെ കല്യാണക്കാര്യവും പറഞ്ഞ് ചുളുവിൽ ഒരു വീട് അങ്ങ് ഒപ്പിച്ചെടുക്കാമെന്ന് കരുതി അല്ലേ വേന സാറേ? ചേട്ടാ, കലഞ്ഞ വെള്ളത്തിൽ ചെറിയൊരു മീൻപിടുത്തം. എന്റെ അജയ, ഇതൊക്കെ നിന്റെ അറിവും സമ്മതത്തോടും കൂടിയാണോ? അങ്കിള് പറഞ്ഞാൽ എന്താ തെറ്റ്? വീട് വിറ്റാലേ ഞങ്ങളുടെ പല പ്രശ്നങ്ങളും തീരൂ. എന്നാലേ വീട് വിൽക്കാതെ കണ്ട പുതുപ്പണക്കാരുടെ സഹായമില്ലാതെ സുധയുടെ കല്യാണം നടത്താൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ.